അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 3 ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, അതേപോലെ ഹൈഡ്രജൻ. അപ്പോൾ അതിൽ 3 ചാപ്റ്റേഴ്സിലും കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസും ആൻസറും ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ ആൻസർ എന്ത് ചെയ്യുക, എനിക്ക് പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, ഇതിലുള്ള ആൻസർ നോക്കി വായിക്കാനല്ല, നിങ്ങളൊന്ന് ഒരു റിവിഷൻ പോലെ കണക്കാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും കൂടെ ഒരു ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ വരുന്നതല്ല. ഗിവൺ ദ IUPAC നെയിം ഓഫ് ദ എലമെൻറ്റ് വിത്ത് ആറ്റോമിക് നമ്പർ 117. അത് ഫോക്കസ് ഏരിയയിലില്ല കേട്ടോ. അത് അൺസെപ്റ്റ്യം എന്നാണ് പറയും. ഓക്കെ, പക്ഷേ സെക്കൻഡ് ക്വസ്റ്റ്യൻ, in the modern periodic table, elements in a given group have similar chemical property. Give reason. എന്തുകൊണ്ടാ? അല്ലെ, ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് നമ്മൾ കാര്യമായിട്ട് പറയുന്നത്. എന്നാലും ഈ ഒരു ക്വസ്റ്റ്യൻസ് മേ ബി നിങ്ങൾക്ക് ചോദിച്ചേക്കാം. ഫോക്കസ് ഏരിയയിൽ നിന്നും അതിൻ്റെ പുറത്തുനിന്നും കുറച്ച് ചോദിക്കും, ഫോക്കസ് ഏരിയയിൽ നിന്ന് മാത്രമല്ല ചോദിക്കുക. അപ്പോൾ അതിന് കാരണം എലമെൻറ്റ് ഇൻ എ ഗിവൺ ഗ്രൂപ്പ് ഹാവ് സെയിം നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ, സോ ദേ ഹാവ് സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഇപ്പോൾ ഡൗൺ ദ ഗ്രൂപ്പ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്, വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് സെയിം ആയിരിക്കൂലേ. ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 1 1 1 എന്നല്ലേ വരിക ലാസ്റ്റ് ഷെല്ലിൽ, ആണോ? Yes, sir. Yes, sir. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഫോക്കസ് ഏരിയയിലുള്ളതാണ്. അക്കൗണ്ട് ഫോർ ദ ഫോളോയിങ്. The ionic radius of fluoride ion F- is 136 picometer, while the atomic radius of fluorine is only 64 picometer. അതെന്തുകൊണ്ടാ? ഫ്ലൂറൈഡ് അയോൺ, ആനയോണിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 136 picometer ആണ്. പക്ഷേ അറ്റോമിക് റേഡിയസ് ഓഫ് ഫ്ലൂറിൻ എന്ന് പറയുന്നത് പാരൻ്റ് ആറ്റത്തിൻ്റെത് 64 picometer ആണ്. അതെന്താണ് ആനയോണിന് പാരൻ്റ് ആറ്റത്തിനേക്കാൾ സൈസ് കൂടാൻ കാരണം, അയോണിക് റേഡിയസ് കൂടാൻ കാരണം? അതിന്റെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജിൽ മാറ്റം ഉണ്ടാവില്ലല്ലോ. മാറ്റം ഉണ്ടാവില്ല. of electrons greater than number of protons. അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ്. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ ഗ്രേറ്റർ ഇലക്ട്രോണിക് റിപ്പൽഷൻ ഉണ്ടാവും അല്ലേ. ഇലക്ട്രോൺ റിപ്പൽഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, അയോണിക് റേഡിയസ് ഫ്ലൂറൈഡ് അയോണിൻ്റെ കേസിൽ ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, then the second ionization enthalpy of an element is always greater than that of the first ionization enthalpy. എന്തുകൊണ്ടാ? നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്താണ്? ഇറ്റ് ഈസ് മോർ ഡിഫിക്കൽട്ട് ടു റിമൂവ് ഇലക്ട്രോൺ ഫ്രം എ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ ദാൻ ഫ്രം എ ന്യൂട്രൽ ആറ്റം. ആദ്യത്തെ ഒരു ഇലക്ട്രോൺ പോകുന്ന സമയത്ത് അയാൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ഉള്ള അയോണായിട്ട് മാറും. അതിനുശേഷം ആ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണായിട്ടുള്ള ആളിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് കൂടുതൽ എനർജി നമ്മൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, അതുകൊണ്ടാണ് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പിയേക്കാൾ കൂടുതലാവുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ വരുന്നതാണ്. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ക്ലോറിൻ ഹാസ് ദ മോസ്റ്റ് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നമ്മൾ ആർക്കാണ് കൂടുതലായിട്ട് പറഞ്ഞത്? ക്ലോറിൻ അല്ലേ. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിൻ്റെ ഓർഡർ എന്താ വരുന്നത് ഹാലജൻ ഫാമിലിയിൽ? ഹാലജൻ ഫാമിലി എടുക്കുന്ന സമയത്ത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നതിൻ്റെ ട്രെൻഡ് എങ്ങനെയാ, ഓർഡർ എങ്ങനെയാ വരുന്നത്? ഏറ്റവും കൂടുതൽ ആർക്കാണ്? ക്ലോറിൻ. പിന്നെയോ അതിലും കുറവ് ഫ്ലൂറിൻ. പിന്നെയോ ബ്രോമിൻ, അയഡിൻ. ഓക്കെ, അതാണ് ഓർഡർ വരുന്നത്. ഏറ്റവും കൂടുതൽ ക്ലോറിൻ, പിന്നെ ഫ്ലൂറിൻ, പിന്നെ ബ്രോമിൻ, അയോഡിൻ, ആ ഒരു ഓർഡറാണ് വരുന്നത്. ഓക്കെ,
അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ തേർഡ് പീരീഡ് എലമെൻറ്റിനെ സെക്കൻഡ് പീരീഡ് എലമെൻറ്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അതിൻ്റെ ആൻസർ വരുന്നത് ദിസ് ഈസ് ബിക്കോസ് വെൻ ആൻ ഇലക്ട്രോൺ ഈസ് ആഡഡ് ടു എഫ് മൈനസ് ഇറ്റ് എൻ്റർ ഇൻ ടു ദ സ്മോളർ സെക്കൻഡ് ഷെൽ. എഫ് മൈനസ് എഫിലേക്ക് ഫ്ലൂറിൻ ആറ്റത്തിലേക്ക് നമ്മൾ ഇലക്ട്രോൺ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് സെക്കൻഡ് ഷെല്ലിലേക്ക് തന്നെയാണ് വരുന്നത്. ഡ്യൂ ടു ദ സ്മോളർ സൈസ് the electron suffers more repulsion from the other electron. അപ്പോൾ ഫ്ലൂറിൻ്റെ കേസിൽ സെക്കൻഡ് ഷെല്ലിലോട്ട് വരുന്നത് കൊണ്ട് തന്നെ അവിടെ അതിന് ചെറിയ സൈസാണ്, സൈസ് വളരെ കുറവാണ്, അതുകൊണ്ട് അവിടെ ഒരു ഇലക്ട്രോൺ റിപ്പൽഷൻ വളരെ കൂടുതലായിരിക്കും. ബട്ട് ഫോർ ക്ലോറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ദ ഇൻകമിങ് ഇലക്ട്രോൺ ഗോസ് ടു ദ ലാർജർ 3D ഷെല്ല്. തേർഡ് ഷെല്ലിലേക്കാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു ഇലക്ട്രോൺ പോകുന്നത്. സോ ദ ഇലക്ട്രോണിക് റിപ്പൽഷൻ ഈസ് ലോ ആൻഡ് ഹെൻസ് ക്ലോറിൻ ആഡ് ഇലക്ട്രോൺ മോർ ഈസിലി ദാൻ ഫ്ലൂറിൻ. അതുകൊണ്ടാണ് ക്ലോറിൻ എന്ത് ചെയ്യുന്നത് മോർ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വരുന്നത്. അതിൻ്റെ സൈസ് കുറച്ചുകൂടെ കൂടുതലാണ്. അവിടെ ഫ്ലൂറിനിലുള്ള അത്ര ഒരു ഇലക്ട്രോൺ റിപ്പൽഷൻ ഉണ്ടാവില്ല. ഇൻ്റർ ഇലക്ട്രോണിക് റിപ്പൽഷൻ ആസ് കമ്പയർഡ് ടു ക്ലോറിനിൽ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനും മൂന്നാമത്തെ ക്വസ്റ്റ്യനും നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ വരുന്നതാണ്. ക്ലിയർ ആണോ? Then fourth question, identify the position of aluminum sulfur in the periodic table with the help of electronic configuration. Predict the formula of the compound formed between them. Okay, അത് നിങ്ങളെ ഫോക്കസ് ഏരിയയിൽ വരുന്നില്ല. Then fifth question, among N3 minus O2 minus F minus Na plus Al3 plus, which one has smallest size? ഈ Al3 plus ആണ് ആൻസർ. ഈ തന്നിട്ടുള്ള ആളുകൾക്കൊക്കെ കൂടി നമ്മൾ പറയുന്ന ഒരു പേരുണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു? വലിയ കോമൺ ആയിട്ടുള്ള സാധനം എന്താണ്? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ് ഇവര്. എന്താ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറഞ്ഞാല്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സെയിം ആയിരിക്കും. ഇതിൽ എല്ലാത്തിലും ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ് വരുന്നത്? ഇതിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 10 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ പോസിറ്റീവ് ചാർജ് കൂടുകയാണെന്നുണ്ടെങ്കിൽ, കാറ്റയോണിൻ്റെ പോസിറ്റീവ് ചാർജ് കൂടുതലുള്ള കാറ്റയോൺ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇതിൽ ലാർജസ്റ്റ് സൈസ് ആയിരിക്കും സ്മോളസ്റ്റ് സൈസ് Al3+നാണ്. ലാർജസ്റ്റ് സൈസോ ലാർജർ സൈസ് ആർക്കായിരിക്കും ഈ ഒരു കോമ്പൗണ്ടിൽ? N3- വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചാൽ, ഇതും ഫോക്കസ് ഏരിയയിൽ വരുന്ന കേട്ടോ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ദെൻ സിക്സ്ത് വൺ, ഗിവ് ദ റീസൺ ഫോർ ദ ഫോളോയിങ്. ഓക്സിജൻ ഹാസ് ലോവർ അയണൈസേഷൻ എൻതാൽപ്പി ദാൻ നൈട്രജൻ ആൻഡ് ഫ്ലൂറിൻ. 3 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. ഓക്സിജൻ ഹാസ് ലോവർ അയണൈസേഷൻ എൻതാൽപ്പി ദാൻ നൈട്രജൻ ആൻഡ് ഫ്ലൂറിൻ. അതെന്തുകൊണ്ടാണ് ഓക്സിജന് ഫ്ലൂറിനേക്കാൾ നൈട്രജനേക്കാളും അയണൈസേഷൻ എൻതാൽപ്പി കുറഞ്ഞു പോയത്? നൈട്രജൻ്റെ കേസിൽ ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്, അതിന് സ്റ്റെബിലിറ്റി കുറച്ച് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുത്തിയിട്ട് വേണം അതിൽ നിന്നൊരു ഇലക്ട്രോൺ എന്ത് ചെയ്യാൻ, റിമൂവ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ അത് എന്ന് പറയുന്നത് അവിടെ നമ്മൾ കൊടുക്കേണ്ട എനർജി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അയോണാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹയർ എനർജി കൊടുക്കേണ്ടി വരും. ഇനി ഫ്ലൂറിൻ എന്ന് പറയുന്നത് അതിലേക്ക് ഒരു ഇലക്ട്രോൺ നേടി സ്റ്റേബിൾ ആവാൻ നോക്കുന്ന ആളാണ്. അയാളെടുത്തു നിന്ന് ഒരു ഇലക്ട്രോണെ റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം നൈട്രജനെയും ഫ്ലൂറിനെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓക്സിജൻ ആയിരിക്കും അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് വളരെ ലോവറായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ക്ലോറിൻ ഹാസ് ഹയർ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ദാൻ ഫ്ലൂറിൻ. അത് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. ഓക്കെ, ദെൻ സെവൻത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ അസിഡിക് ഓക്സൈഡ് എമംഗ് ദ ഫോളോയിങ്. ഓപ്ഷൻ എ ആണ് വരിക, നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ ഇല്ല കേട്ടോ അത്. ദെൻ എയ്ത്ത് ക്വസ്റ്റ്യൻ, ഇത് ഫോക്കസ് ഏരിയയിലുള്ളതാണ്. ജസ്റ്റിഫൈ ദ ഫോളോയിങ്. നിയോൺ ഹാസ് പോസിറ്റീവ് വാല്യൂ ഓഫ് ഫോർ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. എന്താ പറഞ്ഞത്? നിയോൺ എന്ന് പറയുന്നതിന് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് വാല്യൂ ആണ്. അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്.
നിങ്ങൾ എങ്ങനെയാണ് അത് ജസ്റ്റിഫൈ ചെയ്യുക? സ്റ്റേബിൾ ഗ്യാസ് അല്ലേ? നിയോൺ എന്ന് പറയുന്നത് നോബിൾ ഗ്യാസ് ആണ്, അതിന് ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്. അപ്പോൾ അതിന് ഇനി ഒരു ഇലക്ട്രോണിനെ നേടാനുള്ളൊരു ടെൻഡൻസി അയാൾ എന്ത് ചെയ്യൂല, ജനറലി കാണിക്കൂല. ഓക്കെ, ഇനി അഥവാ ഇലക്ട്രോണിനെ നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് എനർജി നല്ലോണം അങ്ങോട്ട് കൊടുത്തിട്ട് വേണം അതിലേക്ക് ഇലക്ട്രോണിനെ ആഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുകൊണ്ട് ഡ്യൂ ടു സ്റ്റേബിൾ ഒക്ടറ്റ് കോൺഫിഗറേഷൻ ഓഫ് നിയോൺ, the neon has positive value of electron gain enthalpy. Then second one, the electron gain enthalpy of fluorine is lower than that of chlorine. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. The size of Al3 plus is lower than that of F fluorine. അത് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. Al3 പ്ലസ് കാറ്റയോൺ ആണ്, അതിന് സ്മോളർ സൈസ് ആയിരിക്കും. ഫ്ലൂറിൻ എന്ന് പറയുന്നത് പാരൻ്റ് ആറ്റമാണ്, അതിന് പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജുകളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ചാർജുള്ള കാറ്റയോണിനാണ് സൈസ് വളരെ കുറവായിട്ട് ഉണ്ടാവുക. ഓക്കെ, ഡ്യൂ ടു ഗ്രേറ്റർ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ആണ്. ദെൻ അക്കൗണ്ട് ദ ഫോളോയിങ്. അതിൽ എ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഫോക്കസ് ഏരിയയിലില്ല, ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആർ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്, അത് നിങ്ങൾക്ക് പഠിക്കാനില്ല. ദെൻ ബി ക്വസ്റ്റ്യൻ, ക്ലോറിൻ ഹാസ് ഹൈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സെലക്ട് ദ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ഫ്രം ദ ഫോളോയിങ്. ഇത് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിനെ ഒന്ന് സെലക്ട് ചെയ്തേ. F minus NF. സ്പീഷീസ് പിന്നെ F മൈനസ് Na പ്ലസും ഏതൊക്കെയാണ് വരിക? എഫ് മൈനസും Na പ്ലസും ആണ് വരിക. അതിൽ രണ്ടിലും 10 ഇലക്ട്രോൺ വീതമാണ് ഉണ്ടാവുക. ഇതിൽ Mg പ്ലസിലും O മൈനസിലും ഇതിൽ 9 ഇലക്ട്രോൺസും ഇതിൽ 11 ഇലക്ട്രോൺസും ആണ് ഉണ്ടാവുക. ഓക്കെ, അത്രയാണ് അതിലുള്ളത്. ദെൻ 10th question, electron gain enthalpy is one of the important periodic property. Define electron gain enthalpy. എന്താ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്? ഇലക്ട്രോണിനെ നേടുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് ആണ് അല്ലേ? ഇറ്റ് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് when an electron is added to outermost shell of an isolated gaseous atom. അതിനെയാണ് നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ എനി 2 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിനെ അഫക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും 2 ഫാക്ടേഴ്സ് ഏതൊക്കെയാ? Atomic radius. പിന്നെ സൈസ് atomic size. അതിൽ നമുക്ക് പറയാൻ പറ്റും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് അറ്റോമിക് സൈസ്, ന്യൂക്ലിയർ ചാർജ്, ഷീൽഡിംഗ് എഫക്റ്റ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. ദെൻ റൈറ്റ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൻഡ് കോവാലൻസി ഓഫ് അലൂമിനിയം AlF6 3-. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ട് പഠിക്കാനില്ല, നമ്മൾ റിഡോക്സ് എടുത്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഓർത്ത് വെക്കുക, ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്, കോവാലൻസി എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ ഇത് എത്ര അളവായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കോവാലൻസി പറയുന്നത്. ഇതിൻ്റെ സെൻട്രൽ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചാർജിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 11th ക്വസ്റ്റ്യൻ നമുക്ക് എ പാർട്ട് ആവശ്യമില്ല. അതിൽ 4 ബ്ലോക്ക് ഉണ്ട്, എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. അത് നമുക്ക് ഫോക്കസ് ഏരിയയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. പക്ഷേ ബി പാർട്ട് നമുക്ക് ആവശ്യമുണ്ട്, ബി പാർട്ട് ഫോക്കസ് ഏരിയയിലുള്ളതാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ബോറോൺ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് കാർബൺ. എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്? അതിന് നമ്മൾ എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യുക, എങ്ങനെയാണ് അതിനെ വിലയിരുത്തുക? സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ് എന്തുകൊണ്ട്? കറക്റ്റ് ആണ്. അത് ഫീൽഡ് ഓർബിറ്റൽ ഉണ്ടായതുകൊണ്ട്. ആണോ? ഇവിടെ നമ്മൾ ബോറോണിൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് 1s2 2s2 2p1 എന്ന് പറയുന്ന അല്ലേ ബോറോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ.
അതായത് ബോറോണിൽ 5 ഇലക്ട്രോൺ ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ബോറോണിന് ഒരു ഇലക്ട്രോണിനെ ഈ P1 2p1 ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് 1s2 2s2 എന്ന് പറഞ്ഞിട്ടുള്ള ഫുൾഫിൽഡ് കോൺഫിഗറേഷൻ കിട്ടും. എന്ത് കിട്ടും? ഫുൾഫിൽഡ് കോൺഫിഗറേഷൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ബോറോണിൻ്റെ കേസിൽ എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. കാരണം ഒരു ഇലക്ട്രോണിനെ പെട്ടെന്ന് റിമൂവ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് അയാൾക്ക് ഉണ്ടാവുക. അതുകൊണ്ട് അയാൾ പെട്ടെന്ന് എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യും. കാർബണിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ 6 ഇലക്ട്രോൺ ഉണ്ടാവും. 1s2 2s2 2p2 എന്ന് പറയുന്നതാണ്. അപ്പം അതിൽ 2 ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ 2 ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ഇലക്ട്രോണിന് നേടി 2p3 ഹാഫ് ഫിൽഡ് ആവാനുള്ള ടെൻഡൻസിയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പം ഇവിടെ ബോറോണും കാർബണും കമ്പയർ ചെയ്യുന്ന സമയത്ത് ബോറോണിൻ്റെ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ലോ ആയിരിക്കും. കാരണം അതിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഫുൾഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടും. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. The first member of a group differ from the rest of the members of the same group. അതിന് കാരണം അതിനാണ് നമ്മൾ അനോമലസ് ബിഹേവിയർ എന്ന് പറയാം. ഗ്രൂപ്പിലെ ഫസ്റ്റ് മെമ്പർക്ക് റെസ്റ്റ് ഓഫ് ദ ഒരു ഗ്രൂപ്പിലുള്ള ഫസ്റ്റ് മെമ്പർക്ക് ആ ഗ്രൂപ്പിലെ ബാക്കിയുള്ള മെമ്പേഴ്സിൽ നിന്നും പ്രോപ്പർട്ടിയിലൊക്കെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അനോമലസ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പീരീഡ് എലമെൻറ്റിന് തേർഡ് പീരീഡിലുള്ള ഡയഗണൽ എലമെൻറ്റുമായിട്ട് റിലേഷൻ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അനോമലസ് ബിഹേവിയറും ഡയഗണൽ റിലേഷൻഷിപ്പും രണ്ടാണ്. ഓക്കെ, ഈ ഒരു അനോമലസ് ബിഹേവിയർ കാണിക്കാൻ കാരണം സ്മോൾ സൈസ്, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, ലാർജ് ചാർജ് ടു റേഡിയസ് റേഷ്യോ ആൻഡ് ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ. അപ്പം ഇതും ഫോക്കസ് ഏരിയയിൽ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പം 11th ക്വസ്റ്റ്യനിലെ ബി പാർട്ട് നമുക്ക് ഫോക്കസ് ഏരിയയിൽ വരുന്നതാണ്. ദെൻ അക്കൗണ്ട് ഫോർ ദ ഫോളോയിങ്. അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് നൈട്രജൻ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ. പറ, അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് നൈട്രജൻ എന്ന് പറയുന്നത് ഓക്സിജനേക്കാൾ കൂടുതലാണ്. നൈട്രജൻ എന്താണ്? ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഓക്സിജൻ എന്തല്ല? ഹാഫ് ഫിൽഡ് അല്ല. അതുകൊണ്ട് തന്നെ ഹാഫ് ഫീൽഡിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ എനർജി കൊടുക്കണം. സെക്കൻഡ് പീരീഡ് എലമെൻറ്റ്സ് ഷോ അനോമലസ് ബിഹേവിയർ. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ. സെക്കൻഡ് പീരീഡ് എലമെൻറ്റ് ബാക്കി പീരീഡ് എലമെൻറ്റുകളിൽ നിന്നും എന്ത് കാണിക്കും? പ്രോപ്പർട്ടിയിൽ ഡിഫറൻസ് കാണിക്കും. അതിൻ്റെ കാരണമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളതൊക്കെ. ഓക്കെ, ദെൻ എമംഗ് എ ഗ്രൂപ്പ് ഓഫ് അയോൺസ് ആർ ഗിവൺ ബിലോ. ഫൈൻഡ് വൺ പെയർ ഇറ്റ് ഈസ് നോട്ട് ഐസോ ഇലക്ട്രോണിക്. ഏതാ വരിക? Ca2 plus Ca2 പ്ലസും Br മൈനസും. Ca2 പ്ലസും Br മൈനസും. Na പ്ലസിൽ 10 ഇലക്ട്രോൺ ആണ്. Al3 പ്ലസിലും 10 ആണ്. F മൈനസിലും എത്ര എണ്ണയാണ്? 10 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പോൾ ഇതിലെ എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനും ബി പാർട്ടും എന്താണ്? നമുക്ക് ഫോക്കസ് ഏരിയയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ 13th ക്വസ്റ്റ്യനിൽ എയും ബിയും നമ്മുടെ ഫോക്കസ് ഏരിയയിൽ വരുന്നതല്ല. ദെൻ സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് സെക്കൻഡ് പീരീഡ് എലമെൻറ്റ് ജനറലി ഇൻക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അലോങ് ദ പീരീഡ്. ഗിവ് റീസൺ ഫോർ ദിസ് ജനറൽ ട്രെൻഡ്. ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി, സെക്കൻഡ് പീരീഡിൻ്റെ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ഇൻക്രീസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അതെന്തുകൊണ്ടാണ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. കാരണം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്ന സമയത്ത് അറ്റോമിക് സൈസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും? ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അറ്റോമിക് സൈസ് കുറയും. അപ്പോൾ ആ ഇലക്ട്രോണിനെ ന്യൂക്ലിയസ് നല്ലപോലെ പിടിച്ചു വെക്കും. അപ്പോൾ നമ്മൾ നല്ല എനർജി കൊടുക്കേണ്ടി വരും ആ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് സെക്കൻഡ് പീരീഡ് എലമെൻറ്റ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്ന സമയത്ത് അയണൈസേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ 14th ക്വസ്റ്റ്യൻ. അപ്പം 13ലെ എയും ബിയും നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ വരുന്നില്ല. ഈ ബി എന്ന് പറയുന്നത് ഏതാണ് വരിക? ആൻസർ ഏതാ വരിക? 1112 ആണ് കേട്ടോ. ഇവിടെ 111 ആണ് കൊടുത്തത്, പക്ഷേ അത് 1112 ആണ്. ബൈ എന്ന് പറയുന്നത് 2 ആണ്. ദെൻ എസ് ബ്ലോക്ക് കൺസിഡർ ചെയ്യാൻ അത് നിങ്ങൾക്ക് ആവശ്യമില്ല. ദെൻ 14th ക്വസ്റ്റ്യൻ. അയണൈസേഷൻ എൻതാൽപ്പി ആൻഡ് അറ്റോമിക് റേഡിയസ് ആർ
closely related properties. Analyze the following graph. ഈ ഒരു ഗ്രാഫ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അയണൈസേഷൻ എൻതാൽപ്പിയും അറ്റോമിക് റേഡിയസും തമ്മിലുള്ള ഒരു ഗ്രാഫ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ദെൻ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് കൺക്ലൂഷൻ ക്യാൻ യു ഡിറൈവ് ഫ്രം ദ ഗ്രാഫ് റിഗാർഡിംഗ് ദ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ആൽക്കലി മെറ്റൽസ് ആൻഡ് നോബിൾ ഗ്യാസ്? എന്താ നമ്മൾ പറയുക? നോബിൾ ഗ്യാസിനാണ് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് അയണൈസേഷൻ. നോബിൾ ഗ്യാസ് ആണ് ഇതിൽ ഏറ്റവും മുകളിൽ കിടക്കുന്നത് അല്ലേ? നോബിൾ ഗ്യാസിനാണ് ഏറ്റവും അയണൈസേഷൻ എന്തായാലും ഏറ്റവും കൂടുതലുള്ളത്. ഏറ്റവും കുറവാർക്കാണ്? നമ്മുടെ ആൽക്കലി മെറ്റൽസിനാണ് ഏറ്റവും കുറവ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുള്ളത് ഇൻ എ പീരീഡ് ആൽക്കലി മെറ്റൽ ഹാവ് ലീസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ആൻഡ് നോബിൾ ഗ്യാസ് ഹാവ് ദ മോസ്റ്റ്. ദിസ് ഈസ് ബിക്കോസ് ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് ഓൺലി വൺ ഇലക്ട്രോൺ ഫ്രം ദ വാലൻസ് ഷെൽ. കാരണം എന്താ പറയുന്നത്? വാലൻസ് ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആൽക്കലി മെറ്റൽ ഗെറ്റ്സ് ദ സ്റ്റേബിൾ കംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ശരിയല്ലേ? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം, അതിന് ലാസ്റ്റ് ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് നോബിൾ ഗ്യാസിൻ്റെ കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷൻ കിട്ടും. അതുകൊണ്ട് തന്നെ അവർ അയണൈസേഷൻ എൻതാൽപ്പി, സോ ദേ ഹാവ് ലോ അയണൈസേഷൻ എൻതാൽപ്പി, അവർ അയണൈസേഷൻ എൻതാൽപ്പി കുറവായിരിക്കും. നോബിൾ ഗ്യാസ് ഹാവ് സ്റ്റേബിൾ ഒക്ടറ്റ് കോൺഫിഗറേഷൻ, സോ ദേ ഹാവ് ഹൈ അയണൈസേഷൻ എൻതാൽപ്പി. ഈ ആൽക്കലി മെറ്റൽസ് ഒരു ഇലക്ട്രോണെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആരെ കോൺഫിഗറേഷനാണ് കിട്ടുക? നോബിൾ ഗ്യാസിൻ്റെ കോൺഫിഗറേഷനാണ് കിട്ടുക. അവർക്ക് അയണൈസേഷൻ എൻതാൽപ്പി വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ ആൽക്കലി മെറ്റൽസിൻ്റെ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ആണോ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി ആണോ വെരി ഹൈ? സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി. ആൽക്കലി മെറ്റൽസിൻ്റെ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി വളരെ ഹൈ ആയിരിക്കും. നോബിൾ ഗ്യാസിൻ്റെ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പിൻ്റെ കുറവായിരിക്കും. ഓക്കെ ആണോ? ക്ലിയർ? ഓക്കെ സർ. ഓക്കെ സർ. ഇതിലെ ബി ക്വസ്റ്റ്യൻ നമുക്ക് ഫോക്കസ് ഏരിയയിൽ വരുന്നില്ല. ദെൻ 15th ക്വസ്റ്റ്യനിലെ എ പാർട്ടും നമ്മുടെ ഫോക്കസ് ഏരിയയിൽ വരുന്നില്ല. ദെൻ ബി പാർട്ട് നമുക്ക് വരുന്നുണ്ട്. ഡസ് ദ അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ് അലോങ് എ ഗ്രൂപ്പ് ഗിവ് റീസൺ? ഒരു ഗ്രൂപ്പ് എടുക്കുന്ന സമയത്ത് അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. എന്താണ് അതിൻ്റെ കാരണം? നമ്മളോട് ചോദിച്ച അയണൈസേഷൻ എൻതാൽപ്പി ഗ്രൂപ്പിൽ എന്താ സംഭവിക്കുന്നത്? ഡിക്രീസ് ചെയ്യുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ആണോ അല്ലേ എന്നുള്ളത് ഉത്തരം എഴുതണം. നമ്മളോട് ചോദിക്കുകയാണ് അയണൈസേഷൻ എൻതാൽപ്പി ഗ്രൂപ്പിൽ പോകുന്ന സമയത്ത് ഡിക്രീസ് ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എഴുതേണ്ടത് എന്താണ്? ഒന്നെങ്കിൽ ഉണ്ട് എന്ന് എഴുതണം, അല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതണം. എന്നിട്ടാണ് ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് കേട്ടോ. അപ്പം താഴോട്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. യെസ്, ദ അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ് ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ അറ്റോമിക് സൈസ്. താഴോട്ട് പോകുന്ന സമയത്ത് പുതിയ ഷെല്ലുകൾ വരും. അപ്പോൾ ആറ്റത്തിൻ്റെ സൈസ് എന്ത് ചെയ്യും? കൂടും. ഡിക്രീസ് ഇൻ ന്യൂക്ലിയർ ചാർജ് ആൻഡ് ഇൻക്രീസ് ഇൻ ഷീൽഡിംഗ് എഫക്റ്റ് അലോങ് എ ഗ്രൂപ്പ്. അപ്പം അവിടെ എന്ത് ചെയ്യും? പുതിയ ഷെല്ലുകൾ വരുന്ന സമയത്ത് ന്യൂക്ലിയർ ചാർജ് ഡിക്രീസ് ചെയ്യും, അതേപോലെ ഷീൽഡിംഗ് എഫക്റ്റ് ഇൻക്രീസ് ചെയ്യും. ഷീൽഡിംഗ് എഫക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഡിക്രീസ് ചെയ്യുന്നത്. അപ്പോൾ 15ലെ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളെ ഫോക്കസ് ഏരിയയിൽ വരുന്നതാണ്. Then the first member of the group of element in the S and P block differ from the rest of the family in a chemical behavior. Write any reason for this. അതാണ് നമ്മൾ അനോമലസ് ബിഹേവിയറിൽ പറഞ്ഞത്. സ്മോൾ സൈസ്, വാക്കൻ്റ് ഓഫ് ഡി ഓർബിറ്റൽ, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഡി ബ്ലോക്ക് എലമെൻറ്റ് അത് നമുക്ക് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടില്ല ബ്ലോക്കുകളെ പറ്റിയിട്ട്, അതുകൊണ്ടത് പറയുന്നില്ല. ഓക്കെ, ദെൻ സി ക്വസ്റ്റ്യൻ നമുക്ക് ആവശ്യമുണ്ട്. ദ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി of sodium is lower than that of magnesium, but the second ionization enthalpy is higher than that of magnesium. Explain. നമ്മൾ പറഞ്ഞു, ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഡിയത്തിൻ്റെ അല്ലെങ്കിൽ ലിഥിയത്തിൻ്റെ കേസ്. സോഡിയത്തിലെ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് കുറവാണ്. ആ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് നോബിൾ ഗ്യാസിൻ്റെ കോൺഫിഗറേഷൻ കിട്ടും. ദെൻ രണ്ടാമത്തെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് നോബിൾ ഗ്യാസിൻ്റെ കോൺഫിഗറേഷനാണ് റിമൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി സോഡിയത്തിന് എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. പക്ഷേ മെഗ്നീഷ്യത്തിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മെഗ്നീഷ്യം S2 കോൺഫിഗറേഷൻ കിട്ടിയിട്ട് ഇപ്പം സ്റ്റേബിളായി ഫുൾഫിൽഡായി നിൽക്കുന്ന ആളല്ലേ? ആണോ?
ആണ്. ആ അപ്പോൾ അതിൽ നിന്ന് ആദ്യത്തെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലോണം എനർജി കൊടുക്കേണ്ടി വരും. ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ആൽക്കലി മെറ്റലിൻ്റെ ഒരു കോൺഫിഗറേഷനാണ് കിട്ടുക. അപ്പം ആ ഒരു ആൽക്കലി മെറ്റലിന് അതിൻ്റെ ഫസ്റ്റ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ഉള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി മഗ്നീഷ്യത്തിൻ്റെ കേസിൽ എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ സർ. Okay. Then 17th question. The reactivity of an element is very much related to its ionization enthalpy. In general, ionization enthalpy increases from left to right across the period. അത് നമ്മൾ already discuss ചെയ്തു. Observe the following graph in which the first ionization enthalpy of an element in second period are plotted against atomic number. അപ്പോൾ സെക്കൻഡ് പീരീഡ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റോമിക് നമ്പർ കൂടുന്ന സമയത്ത് അയണൈസേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ഐഡൻറ്റിഫൈ ദ അനോമലസ് വാല്യൂസ് ആൻഡ് ജസ്റ്റിഫൈ. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അയണൈസേഷൻ എൻതാൽപ്പി ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇവിടെ ബോറോൺ ആൻഡ് ഓക്സിജൻ ഹാവ് ലോവർ അയണൈസേഷൻ എൻതാൽപ്പി ദാൻ എക്സ്പെക്റ്റഡ്. ദിസ് ഈസ് ബിക്കോസ് ആഫ്റ്റർ റിമൂവൽ ഓഫ് വൺ ഇലക്ട്രോൺ ബോറോൺ ഗെറ്റ്സ് ഫുൾഫിൽഡ് കോൺഫിഗറേഷൻ ആൻഡ് ഓക്സിജൻ ഗെറ്റ് ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ. അപ്പോൾ ഇതിൽ നോക്കുന്ന സമയത്ത് ബെറിലിയം, നൈട്രജൻ, നിയോൺ അവർക്കൊക്കെ കൂടുതലാണ്. കാർബൺ, ഫ്ലോറിൻ മോഡറേറ്റ് ആണ്. പക്ഷേ ഏറ്റവും കുറവ് കാണുന്ന ആർക്കാണ്, ഓക്സിജനും ബോറോണുമാണ്. അതിൽ രണ്ടിലും ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഫുൾഫിൽഡ് സ്റ്റെബിലിറ്റിയും ഹാഫ് ഫിൽഡ് സ്റ്റെബിലിറ്റിയും കിട്ടും. അതുകൊണ്ടാണ് അവർക്ക് താഴോട്ടായിട്ട് എന്ത് ചെയ്യുന്നത്, ലോവർ അയണൈസേഷൻ എൻതാൽപ്പി ആയിട്ട് കാണുന്നത്. അപ്പോൾ ആ കാര്യമാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ആൻസർ ബിയിൽ 17B ആൻസർ ആയിട്ട് എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ ബേസ്ഡ് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ദെൻ 18ാമത്തെ ക്വസ്റ്റ്യൻ, എ പാർട്ട് നിങ്ങൾക്ക് ആവശ്യമില്ല. ബി പാർട്ട്, ഇലക്ട്രോനെഗറ്റിവിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് ആൻ എലമെൻറ്റ് ടു അട്രാക്ട് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ്. നെയിം എ ന്യൂമറിക്കൽ സ്കെയിൽ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് എലമെൻറ്റ്. ഏതാ വരിക? നമ്മൾ 3 സ്കെയിൽ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോനെഗറ്റിവിറ്റി മെഷർ ചെയ്യാൻ. ഏതൊക്കെയായിരുന്നു അത്? പൗൾ സ്കെയില്, പോളിംഗ് സ്കെയില്, പോളിംഗ് സ്കെയില്, മുല്ലിക്കൻ സ്കെയില്, ആൽഡ്രഡ് റോഷോ സ്കെയിൽ. ആൽഡ്രഡ് റോഷോ സ്കെയിൽ. ആ 3 സ്കെയിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. പോളിംഗ് സ്കെയില്, മുല്ലിക്കൻ സ്കെയില് ആൻഡ് ആൽഡ്രഡ് റോഷോ സ്കെയിൽ. ഓക്കെ, അപ്പം ഇതിൽ ബി ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ വരുന്നതാണ്. സി ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിലില്ല, പക്ഷേ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്കസ് ഏരിയയിൽ വരുന്നുണ്ട്. ദ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ഓക്സിജൻ ഈസ് സ്മോളർ കമ്പയർഡ് ടു നൈട്രജൻ. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ 18ലെ ബി പാർട്ടും സിയിലെ സെക്കൻഡ് പാർട്ടുമാണ് നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ 19ാമത്തെ ക്വസ്റ്റ്യൻ, the electron gain enthalpy is the amount of energy released when an isolated gaseous atom accepts an electron to form a monovalent anion. The values of electron gain enthalpy with atomic number of halogens are given below. അപ്പോൾ ഇവിടെ നമുക്ക് അറ്റോമിക് നമ്പറും തന്നിട്ടുണ്ട്, ഹാലോജൻസ് ഏതൊക്കെയാണ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത്, വൈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഡിക്രീസസ് ഫ്രം ക്ലോറിൻ ടു അയോഡിൻ. ക്ലോറിനിൽ നിന്നും അയഡിനിലോട്ട് പോകുന്ന സമയത്ത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറഞ്ഞു വരുന്നു. അതിന് കാരണം എന്താ? അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ അറ്റോമിക് സൈസ് ആൻഡ് സ്ക്രീനിങ് ഡൗൺ ദി ഗ്രൂപ്പ്. താഴോട്ട് വരുമ്പോൾ അറ്റോമിക് സൈസ് കൂടുന്നുണ്ട്, സ്ക്രീനിങ് എഫക്റ്റും കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറഞ്ഞു വരുന്നത്. Chlorine has more electron gain enthalpy than fluorine. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഐഡൻറ്റിഫൈ ദ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് അയോൺസ് ഗിവൺ ബിലോ. അതും ഞാൻ ഓൾറെഡി എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 19ാമത്തെ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഇതിൽ വരുന്നതാണ്, ഫോക്കസ് ഏരിയയിൽ വരുന്ന ക്വസ്റ്റ്യനാണ്. ദെൻ 20th ക്വസ്റ്റ്യനിൽ മോസ്റ്റ്ലി മോഡിഫൈഡ് മെൻ്റലിസ്റ്റ് പീരിയോഡിക് ലോ ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻസ് ഓൺ എക്സ്റേ സ്പെക്ട്ര ഓഫ് എലമെൻറ്റ് സ്റ്റേറ്റ് മോഡേൺ പീരിയോഡിക് ലോ. എന്താ മോഡേൺ പീരിയോഡിക് ലോ? chemical and physical elements. Modern periodic law states that the property of elements are the periodic functions of their atomic number. ഓക്കെ, അറ്റോമിക് നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മോഡേൺ പീരിയോഡിക് ലോ പറയുന്നത്. ബി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആവശ്യമില്ല. അനലൈസ് ദ ഫോളോയിങ് ഗ്രാഫ് ബിറ്റ്വീൻ അയണൈസേഷൻ എൻതാൽപ്പി ആൻഡ് അറ്റോമിക് നമ്പർ. അയണൈസേഷൻ എൻതാൽപ്പി അറ്റോമിക് നമ്പറും തമ്മിലുള്ളൊരു പ്ലോട്ടാണ് നമുക്ക് തന്നത്.
വാട്ട് ഡു യു ഒബ്സർവ് ഫ്രം ദി ഗ്രാഫ്? ജസ്റ്റ് ഗിവ് ജസ്റ്റിഫിക്കേഷൻ ഫോർ യുവർ ഒബ്സർവേഷൻ. ഈ തന്നിട്ടുള്ള ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബിഡിയം, സീഷ്യം അതെന്താണ്? ഗ്രൂപ്പ് 1 എസ് ബ്ലോക്കിലെ ആൽക്കലി മെറ്റൽസിനെയാണ് നമ്മൾ തന്നത്. ആൽക്കലി മെറ്റൽസ് അതിൻ്റെ അറ്റോമിക് നമ്പറും അയണൈസേഷൻ എൻതാൽപ്പിയാണ് തന്നത്. എന്നിട്ട് നമ്മളോട് ഗ്രാഫ് നോക്കിയിട്ട് എന്താ കാണുന്നതെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതിൽ ഡൗൺ ദ ഗ്രൂപ്പ് താഴോട്ട് വരുമ്പോൾ അറ്റോമിക് സൈസ് കൂടുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യമാണ് കേട്ടോ എഴുതേണ്ടത്. Then 21st question, a graph shown the variation of atomic radius with atomic number for alkali metals given below. ഇവിടെ ആൽക്കലി മെറ്റൽസ് തന്നിട്ടുണ്ട്, അതിൻ്റെ അറ്റോമിക് റേഡിയസും അതേപോലെ അറ്റോമിക് നമ്പറുമാണ്. അതേപോലെ നമുക്ക് ഹാലോജൻസിൻ്റെ തന്നിട്ടുണ്ട്. കമൻറ്റ് ഓൺ ദ വേരിയേഷൻ ഓഫ് അറ്റോമിക് റേഡിയസ് വിത്ത് ഇൻക്രീസ് ഇൻ അറ്റോമിക് നമ്പർ ഇൻ എ ഗ്രൂപ്പ്. ഗിവ് റീസൺ. എന്താ എഴുതുക? ഈ രണ്ട് കേസിലും നമുക്ക് ആൽക്കലി മെറ്റലിനെയും തന്നിട്ടുണ്ട്, ഹാലോജനെയും തന്നിട്ടുണ്ട്. അതിൽ അറ്റോമിക് നമ്പർ കൂടുന്ന സമയത്ത് അറ്റോമിക് റേഡിയസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഗ്രൂപ്പിലുള്ള ആളുകളല്ലേ നമുക്ക് തന്ന ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബിഡിയം, സീഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഡൗൺ ദ ഗ്രൂപ്പ് അറ്റോമിക് സൈസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഷെൽസ് ആൻഡ് ഷീൽഡിംഗ് എഫക്റ്റ്. ഓക്കെ, അപ്പോൾ മാർക്ക് നോക്കിയിട്ട് എഴുതണം കേട്ടോ. ഇതിൽ ഹിൻഡ് മാത്രമായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഒരു ഹാഫ് ഒരു പാരഗ്രാഫ് എങ്കിലും എന്ത് എഴുതണം. അങ്ങനെ വൺ വേർഡ് ആക്കിയിട്ട് എഴുതി വെക്കരുത്. ഓക്കെ, അപ്പോൾ താഴോട്ട് വരുമ്പോൾ പുതിയ ഷെല്ലുകൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ സൈസ് എന്ത് ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുന്നത്. ദെൻ ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീൻ ബൈ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ അവർക്ക് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും. ക്ലിയർ ആണോ? Yes, sir. Yes, sir. Then select the isoelectronic species from the following. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തില്ലേ? NO2 - F - Mg2 + Al2 + Na+. ഇവിടെ ചാർജൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ, അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. O2- എന്ന് പറയുന്നതിൽ 10 ഇലക്ട്രോൺ ആണ്, F- 10 ഇലക്ട്രോൺ ആണ്, Mg2+ 10 ഇലക്ട്രോൺ ആണ്, Al2+ 11 ഇലക്ട്രോൺ ആണ്, Na+ 10 ഇലക്ട്രോൺ. അപ്പോൾ അതുകൊണ്ട് Al2+ ഇല്ലാത്ത ബാക്കി എല്ലാവരും ഐസോഇലക്ട്രോണിക് സ്പീഷീസിൽ വരും. Then 22nd question, a graph of atomic radius versus atomic number is given below. അറ്റോമിക് റേഡിയസ് അറ്റോമിക് നമ്പർ തമ്മിലുള്ള ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ളത് എന്താണ്? സെക്കൻഡ് പീരീഡ് എലമെൻ്റ് ആണ്. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ് ഗ്രാഫ്? ഇത് നിങ്ങൾക്ക് എന്താ മനസ്സിലാവണേ? ഒരു പീരീഡിൽ നമ്മൾ പോകുന്ന സമയത്ത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അറ്റോമിക് റേഡിയസ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അതാണ് ഈ ഗ്രാഫ് നോക്കി നമുക്ക് മനസ്സിലാവേണ്ട കാര്യം. Account for the observation that cations are always smaller than the parent atom while anions are always larger than parent atom. അത് നമ്മൾ ഒരു പൂച്ചിൻ്റെയും ആനിൻ്റെയും ഒക്കെ ചിത്രം വെച്ച് ഞാൻ പറഞ്ഞെന്ന് ഓർമ്മ ഉണ്ടോ? അപ്പോൾ അവിടെ കാറ്റയോൺസിൻ്റെ കേസിൽ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കാറ്റയോൺസിൻ്റെ സൈസ് കുറവായിരിക്കും. ആനയോണിൻ്റെ കേസിൽ പുതിയ ഇലക്ട്രോൺസ് വരുമ്പോൾ ഇൻ്റർ ഇലക്ട്രോണിക് റിപ്പൽഷൻ ഉണ്ടാകും. അപ്പോൾ അവിടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയും. അതുകൊണ്ടാണ് കാറ്റയോണിന് പാരൻറ്റിനേക്കാൾ സൈസ് കുറവും ആനയോണിന് പാരൻറ്റിനേക്കാൾ സൈസ് കൂടുതലും ആവുന്നത്. Then see question, using the above graph, how will you account the variation of ionization enthalpy in a period? പീരീഡിലെ അയണൈസേഷൻ എൻതാൽപ്പിൻ്റെ ട്രെൻഡ് എങ്ങനെയാണ്? അയണൈസേഷൻ എൻതാൽപ്പി ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ഇൻക്രീസ് ചെയ്യും. അതിന് കാരണം എന്താണ്? അവിടെ ഡിക്രീസ് ഇൻ അറ്റോമിക് റേഡിയസ് ആൻഡ് ഇൻക്രീസ് ഇൻ ന്യൂക്ലിയർ ചാർജ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഓക്കെ, then 23rd question, development of periodic table has made study of element and their compound easier. Discuss about the main features of Mendeleev's periodic table. അത് നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിലില്ല. സ്റ്റേറ്റ് മോഡേൺ പീരിയോഡിക് ലോ, അത് നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തു. അത് നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിലുണ്ട്. ഗിവ് ദ IUPAC നെയിം ഓഫ് ദ എലമെൻറ്റ് വിത്ത് അറ്റോമിക് നമ്പർ 1112 BM എന്ന് പറയുന്നതാണ് ഇത് അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ 23rd ക്വസ്റ്റ്യനിൽ ബി പാർട്ട് മാത്രമാണ് നമുക്ക് ഫോക്കസ് ഏരിയയിൽ വരുന്നത്. മോഡേൺ പീരിയോഡിക് ലോ, അത് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. മോഡേൺ പീരിയോഡിക് ലോ സ്റ്റേറ്റ് ദാറ്റ് ദ പ്രോപ്പർട്ടി ഓഫ് എലമെൻ്റ് ആർ ദ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നതാണ്. ഓക്കെ, ദെൻ 24th ക്വസ്റ്റ്യനിൽ
account for the following. Ionization enthalpy of nitrogen is greater than that of oxygen. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അറ്റോമിക് റേഡിയസ് ഡിക്രീസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരീഡ്, അതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഫ്ലൂറിൻ ഈസ് ലെസ് നെഗറ്റീവ് ദാൻ ക്ലോറിൻ, അതും നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. അപ്പോൾ 24th ക്വസ്റ്റ്യനും നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ വരുന്നതാണ്, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, അതുകൊണ്ട് ഇനി ഞാനത് പറയുന്നില്ല. Then who introduced the periodic law of element in the first time? അത് നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിലില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, അത് ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ. ദെൻ സ്റ്റേറ്റ് ദ മോഡേൺ പീരിയോഡിക് ലോ ഓഫ് എലമെൻറ്റ്സ്, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. 24th ക്വസ്റ്റ്യനിലെ ബി പാർട്ടും നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ വരുന്നതാണ്. ദെൻ എലമെൻറ്റ് ഹാവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആൻഡ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. We two elements belong to the same group. One of us has the highest electronegativity and the other highest electron gain enthalpy. Identify us. അപ്പോൾ പറഞ്ഞിട്ടുള്ളത് നമ്മൾ രണ്ട് എലമെൻറ്റുകളാണ്, നമ്മൾ രണ്ടുപേരും ഒരു ഗ്രൂപ്പിലുള്ള ആളുകളാണ്. അതിൽ നമ്മളിൽ ഒരാൾക്ക് ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഉണ്ട്, മറ്റേ ആൾക്ക് ഹയസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരൊക്കെയാണ്? ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള ആളെന്ന് പറയുന്നത് ഫ്ലൂറിൻ ആണ്. ഹയസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉള്ള ആളെന്ന് പറയുന്നത് ആരാണ്? ക്ലോറിൻ ആണ്. അപ്പോൾ ക്ലോറിനെയും പറ്റിയിട്ടാണ് എന്ത് ചെയ്തത്, ഈ ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയോ? Yes, sir. ഓക്കെ. ദെൻ ഡിഫൈൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യുന്ന സമയത്ത്, ഒരു ഐസൊലേറ്റഡ് ഗ്യാഷ്യസ് ആറ്റത്തിലേക്ക് ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയും. ദെൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ ഓഫ് നോബിൾ ഗ്യാസ് ആർ 0. അതിൻ്റെ സ്റ്റേബിൾ ഒബ്ജക്റ്റ് കോൺഫിഗറേഷൻ കൊണ്ട് നമ്മൾ ജനറലി 0 അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂ ആണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് നമ്മൾ എന്ത് ചെയ്യുക, നോബിൾ ഗ്യാസിൻ്റെ കേസിൽ നമ്മൾ പറയും. Then 27th question, a cation is smaller than the corresponding neutral atom while anion is larger. Justify. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? കാറ്റയോൺ എന്ന് പറയുന്നത് സ്മോളർ ആണ്, ആനയോൺ എന്ന് പറയുന്നത് ലാർജർ ആണ്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. 27th ക്വസ്റ്റ്യനും നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ വരുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് പ്രീവിയസ് ഇയർ ഡിസ്കസ് ചെയ്യാനുള്ളത്.